ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിന്റെ വിശേഷം. അപ്പൊ ഇതാ മണ്ണർക്കാട് എത്തിട്ടോ. എന്റെ അമ്മാവന്റെ വീടിരിക്കലാണ്. അപ്പൊ ഇത് ഏതാ ഫോണെന്ന് അറിയോ? പുതിയ ഫോണാണ് കേട്ടോ. എന്റെ ഇട്ടെടുക്ക ഷൂ ഇട്ടെടുക്ക. അപ്പൊ മാമാന്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം കാണാം. അങ്ങനെതാ ഞങ്ങൾ എത്തിട്ടോ, മണ്ണാർക്കാട് എത്തി. അങ്ങനെ ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു പുതിയ വീട് ഓപ്പണിങ്ങിന്റെ അന്ന് തന്നെ ഒരു പുതിയൊരു ഫോണും കൂടി കിട്ടിയിട്ടുണ്ട്. യൂസ്ഡ് ഫോണാണ് കേട്ടോ, യൂസ്ഡ് ഫോണാണ്. ഐഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി ക്ലിയർ ഉണ്ടാവും. നമുക്കൊരു സാധനം കിട്ടുമ്പോഴുള്ള സന്തോഷം, അപ്പോൾ ഒരു വീടിരിക്കുമ്പോഴുള്ള സന്തോഷം എത്രയായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെതാ ഏറെ നാള് പ്രവാസത്തിൽ ഉണ്ടാക്കിയൊരു സമ്പാദ്യമാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അങ്ങനെ തറവാടിൻ്റെ മുൻവശമാണ് കേട്ടോ ഞങ്ങളിത്. അങ്ങനെ ഞങ്ങൾ ചെറിയ മാമൻ്റെ വീടാണ്, ഹൗസ് വാർണിംഗ് ആണ്. അപ്പോൾ അതിന് നൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന ടൈമിൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ കേട്ടോ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ആർക്കും വീഡിയോസ് അലോഡല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ, ഇഷ്ടമല്ല. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടമില്ലാത്തവർ പൊട്ടന്മാരാണെന്ന് ഞാൻ പറയുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രായമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളെ പഴയ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു, എനിക്കിപ്പോൾ എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ എൻ്റെ പേരൻസ് ഗൾഫിലായതുകൊണ്ട് ആ ഒരു ഫോട്ടോകളൊക്കെ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്കതിങ്ങനെ കാണുമ്പോൾ എൻ്റെ രൂപം ഭാവങ്ങളും എനിക്ക് ഓരോരോ ഏജിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കണത്, പ്രായമാകണത് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഒരു ദിവസം നമ്മൾ വയസ്സായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ആയുസ് തന്നാൽ കിടക്കുമ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ എത്രയോ പേര് മരണപ്പെട്ടിട്ട്, എൻ്റെ എത്രയോ കല്യാണ ആൽബത്തിൽ എത്രയോ ആൾക്കാർ മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട് എൻ്റെ കല്യാണ ആൽബത്തിൽ. അധികം ഒരു 10-20 പേരെങ്കിലും ഉണ്ട് കേട്ടോ എൻ്റെ കല്യാണ ആൽബത്തിൽ മരിച്ചവരെ ഫോട്ടോ, ചെറിയ മക്കളായിട്ടും പ്രായമായിട്ടുള്ളതായിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പൊട്ടന്മാരാണ്. ഞാനൊക്കെ ഏതൊരു വീഡിയോസിലും നിന്നെടുക്കും കേട്ടോ, കാരണം എനിക്ക് അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെതാ മാമൻ്റെ വീടാണ് കേട്ടോ ഇത്. മൂത്ത മാമൻ കൊടുത്ത ഫ്രിഡ്ജാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി എല്ലാ ഐറ്റംസും വീടിരിക്കലിന് തന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കൊക്കെ എന്നാ ഇങ്ങനെ ഒരു വീടാകാന്ന് ഒത്തിരി ഓരോ ടൈമിലും ഞാനിങ്ങനെ എൻ്റെ മോനോട് പറയും. എൻ്റെ മോനാണ് കേട്ടോ അത്, എൻ്റെ മൂത്ത മോനാണ് കേട്ടോ അത്. എനിക്ക് 19 വയസ്സായി. ഇതാണ് എൻ്റെ ഫസ്റ്റ് കുട്ടി. പക്ഷെ ഓന് ഈ വീഡിയോസ് ഡിലീറ്റ് ആക്കുമോ എന്തോ പറയാം. ഞാൻ മോനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്താണ് വെച്ചാൽ കാട്ടിന്നാ പറഞ്ഞിട്ടോ. അപ്പം ഞാനതങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഏതായാലും ഡിലീറ്റ് ആക്കേണ്ടി വരൂല എന്ന് വിചാരിച്ചിട്ടാണ് കാട്ടിയത്. അങ്ങനെ ആ പാൽക്കാച്ചിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾ സുബൈക്ക് മൗലൂദിൻ്റെ നേരത്ത് ഞങ്ങളങ്ങോട്ട് ഷെയ്ത്താൻ ഉറക്കിയെന്നുണ്ട് പറയുക കേട്ടോ. ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ തറവാട്ടിൽ നിന്ന് മേലെ പോയി കടന്ന്. അങ്ങനെ ഓല് ഞങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ടും ഞങ്ങളത് സൈലൻ്റ് ആയിരുന്നു, അങ്ങനെ അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഓല അങ്ങോട്ട് ഫുഡ് എടുത്തോടുന്ന് തന്ന് അങ്ങനെ കഴിച്ചു. അങ്ങനെ നേരം വെളുത്ത് കുടിച്ച് മാറ്റി ഞങ്ങൾ വീണ്ടും തറവാട്ടിലോട്ട് വീടിരിക്കുന്ന അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെന്ന ഉടനെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു വെള്ളം കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുക്കാത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കഴിക്കണേയും കൂടി എടുത്തിട്ടില്ല കേട്ടോ. കാരണം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടി പോയിടുകയാണ്. പിന്നെ അത് വേണ്ട, വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോസ് എടുക്കാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ ഗിഫ്റ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഒക്കെ പൊട്ടിച്ച് അതൊക്കെ പേരും ഇത് നമുക്ക് ഒരു കല്യാണത്തിന് എങ്ങനെ ഉണ്ട് അതേ വയ്ക്കുന്നുണ്ട് കേട്ടോ. വീടിരിക്കലിനും ഗിഫ്റ്റ് പൊട്ടിക്കലും നോക്കലും ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ആ രസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൊക്കക്കോളയൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിൽ പ്രത്യേകിച്ചിട്ട് ആരുമില്ല, എൻ്റെ മോനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.